അടുത്തത് നമ്മളെല്ലാവരും ഇത്രയും നേരം കാത്തിരുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ PR വോട്ടേഴ്സ് പ്രെയർ ഗ്രൂപ്പിൻ്റെ വക ഒരു ബ്യൂട്ടിഫുൾ സ്കിറ്റ് ആണ് അടുത്തത്. ഒരു ചെറിയ വെളിച്ചത്തിന് പോലും ഇരുട്ടിനെ മാറ്റാൻ കഴിയും. അതുപോലെ നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ കഴിയും. പ്രതീക്ഷയുടെ വെളിച്ചമാകാനും കഴിയും. Our next presentation reflects on one of Jesus's most powerful teachings. You are the light of the world. മെസ്സേജ് കുറച്ച് സീരിയസ് ആണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. കുറേ തമാശകളും ചിരികളും എല്ലാം നിറഞ്ഞ നല്ല രസകരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, So get ready for the powerful message delivered with a generous dose of comedy. വർണ്ണശബളമായ ഈ സായം സന്ധ്യയിൽ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഞങ്ങളുടെ ആരാധകരായ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പിന്നെ പ്രിയമുള്ള കുട്ടികളെ, സർഗം 2026 വേദിയിൽ PR വാട്ടേഴ്സ് പ്രയർ ഗ്രൂപ്പ് പ്രൗഡ്ലി പ്രസൻസ് ടു യു ഓൾ. അല്ലേ വേണ്ട, ചുമ്മാ അവതരിപ്പിക്കുന്ന ISO അംഗീകാരമുള്ള ചിരി വാർത്തകളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രോത്സാഹനത്തോടെയും സപ്പോർട്ടോടെയും കൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രത്യേക ഇനം പരിപാടിയാണിത്. ആയതിനാൽ കൈയും തലയും പുറത്തിടാതെ അരയും തലയും മുറുക്കി ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മാത്രമേ ഇതിലെ കോമഡി എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ സ്കിറ്റ് രൂപത്തിന് പണ്ടെങ്ങോ കണ്ടുപറന്ന ഏതെങ്കിലും കഥയുമായോ കഥാപാത്രങ്ങളുമായോ സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. പ്രോഗ്രാമിനിടയിൽ കയറി വന്ന് അടി ഇടി പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ ഇവയൊക്കെ നൽകി ഞങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ തുടങ്ങട്ടെ. നമസ്കാരം, ഇത് ചെറവറ TV. ഞാൻ സുന്ദരൻ, 38 വയസ്സ്, കല്യാണം കഴിച്ചിട്ടേയില്ല. ഇപ്പോൾ പ്രധാന വാർത്തകൾ. പെർത്ത് റെയിൽവേ ക്രോസിൽ ട്രെയിൻ ഇടിച്ച് ഒരു ആന ചരിഞ്ഞു. മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലിട്ട യുവാവ് അലാറം കേൾക്കാതെ ജോലി നഷ്ടപ്പെടുത്തി. വീട്ടിൽ റിമോട്ട് കാണാനില്ല. കുടുംബത്തിൽ അടിയന്തര യോഗം വിളിച്ചു. സ്കൂൾ ഹോളിഡേസിന് വന്നതോടുകൂടി കുട്ടികൾ ഫോണിനും ടിവിക്കും അടിമകളായി റിപ്പോർട്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് സന്ദേശം 47 തവണ അയച്ചതായി പരാതി. പ്ലാസ്റ്റിക് നിരോധനത്തെ തുടർന്ന് കേരളത്തിൽ പ്ലാസ്റ്റിക് സർജറി നിർത്തലാക്കി. കേരളം 3 പുതിയ വിത്തുമാനങ്ങൾ പരീക്ഷിച്ചു. പഠിക്കുന്ന കുട്ടികളാണ് ബുക്കിൽ നിന്ന് പേപ്പർ പറത്തി പരീക്ഷിച്ചത്. വേമ്പനാട്ടുകായലിൽ വള്ളംകളി വെള്ളം കുറവായതിനാൽ NH റോഡിലേക്ക് മാറ്റി. അടുത്തതായി പള്ളി വിശേഷങ്ങളാണ്. ആരാധന ആരംഭിച്ച് 30 മിനിറ്റിന് ശേഷം എത്തുന്ന വിശ്വാസികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. പ്രാർത്ഥനാ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗം ആശങ്കാജനകമായി ഉയരുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ചില വിശ്വാസികൾ ഇപ്പോഴും സജീവം. പ്രസംഗം നടക്കുന്നതിനിടെ ആത്മീയ ശാന്തിയുടെ കാറ്റുവീശിയത് മൂലം ചില വിശ്വാസികൾ ഡീപ് സ്ലീപ്പ് മെഡിറ്റേഷനിലേക്ക് വഴുതിപ്പോയ സംഭവം ശ്രദ്ധ ആകർഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലൈവായി നമ്മളുടെ റിപ്പോർട്ടറിലേക്ക് പോകാം. നമ്മുടെ റിപ്പോർട്ടർ സുഗു ലൈനിലുണ്ട്. പള്ളിയിൽ നിന്നുമാണ് സുഗു നമ്മോട് ചേരുന്നത്. സുഗു, കേൾക്കാമോ? സുഖമാണോ സുഗു? പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കേൾക്കാം സുന്ദരൻ. അതെ, ഞാനിപ്പോൾ കട്ടപ്പുറത്തുള്ള പള്ളിക്കുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ കൊത്തുപണികളാൽ സുന്ദരമാണ് ഈ പള്ളി. ആരാധന തുടങ്ങി ആദ്യ 1/4 മണിക്കൂറിൽ ഒരു കുഞ്ഞിനെയും കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഇതാ വലിയൊരു ജനപ്രവാഹം തന്നെയാണ് ഇരച്ചു കയറി വരുന്നത്. നമുക്ക് ഇവരോട് നേരിട്ട് തന്നെ ചോദിക്കാം. ചേട്ടാ, ആരാധന തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ, ഇപ്പോഴാണോ വരുന്നത്? ചേട്ടാ, ഒന്ന് നിക്കണേ, ഒന്ന് ചോദിച്ചോട്ടെ. അതെ, ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി കുറച്ച് കൂടിപ്പോയി. തലയ്ക്കകത്ത് വല്ലാത്തൊരു മന്ദത. പോട്ടെ, ഇച്ചിരി ധൃതിയുണ്ട്. 2ാം പാഠം വായിക്കുന്നത് ഞാനാ. അത് ശരി. അതവിടെ കുറെ ചേച്ചിമാരിരുന്ന് എന്തോ പറയുന്നുണ്ട്. നമ്മുടെ സേവികാ സംഘത്തിലെ ചേച്ചിമാരാണെന്ന് തോന്നുന്നു. നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. ചേച്ചി, നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എടി, ആ ട്രീസയുടെ മേക്കപ്പ് നോക്കിക്കേ, ഇച്ചിരി ഓവറായില്ലേ? അത് പിന്നെ ഇച്ചിരി ഓവറായാലേ അത് ആളുകൾ നോക്കൂ. പിന്നെ ഒരു കാര്യം, ഒരു രഹസ്യമാ, ആരോടും പറയല്ലേ. അവളുടെ മോളുണ്ടല്ലോ, താമരയോ, കഴിഞ്ഞ ദിവസം ട്യൂഷൻ പഠിപ്പിക്കുന്ന വന്ന പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയെന്നാ കേട്ടത്. അപ്പൊ പ്രാർത്ഥിക്കാനൊന്നും അല്ല പള്ളിയിൽ വരുന്നത്, ഇല്ലയോ? ന്യൂസ് ശേഖരണമാണ് മെയിൻ ഉദ്ദേശം. ഇവിടെ ഇതാ ഒരു ചേട്ടൻ സുഖനിദ്രയിലാണ്. ചേട്ടാ, ഇത് പള്ളിയല്ലയോ? ഇവിടെ ഇരുന്ന് ഉറക്കമാണോ? എന്താ പറയാനാ മോനെ, വീട്ടിലൊരു സ്വസ്ഥതയും ഇല്ല. ജോലിയിലാണെങ്കിൽ ഭയങ്കര ടെൻഷനും.
ഇവിടെ ആണെങ്കിൽ പള്ളിയിൽ AC-യുടെ കീഴിലിരിക്കുമ്പം നല്ല പ്രാണനെ തണുപ്പിക്കുന്ന തണുപ്പാണ്. അത് മാത്രമല്ല നല്ല താരാട്ട് പോലത്തെ പാട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഈ പള്ളിയിലെ കാഴ്ചകൾ. അവിടെ ഒരു വ്യത്യസ്ത കാഴ്ച. ഒരു ചേച്ചി മൗനമായിരുന്നു പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മോനെ, ഞാൻ ദൈവം പറയുന്നത് കേൾക്കുമായിരുന്നു. മറ്റുള്ളവരിലെ അല്ല, എന്നിലെ കുറവുകളെ മാറ്റുവാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇതാണ് ഇന്നത്തെ നന്മയുള്ള കാഴ്ച, പുണ്യമുള്ള കാഴ്ച. ഇനി തിരികെ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് തന്നെ പോകാം. ക്യാമറമാൻ ബാബു ചേട്ടനോടൊപ്പം റിപ്പോർട്ടർ സുഗു. നന്ദി സുഗു. ഈ വാർത്തകൾ നമ്മെ ചിന്തിപ്പിക്കുന്നു. പള്ളിയിൽ നാം എന്തിനാണ് പോകുന്നത്? പള്ളി ഒരു വാർത്താ കേന്ദ്രമല്ല, അത് മാറ്റത്തിന്റെ സ്ഥലമാണ്. വാർത്തകൾ മാറട്ടെ, ജീവിതം മാറട്ടെ. Jayalakshmi Sarees, 50 years in silk. Madhura Swapnangalegum Jayalakshmi. Kinnaram chollum Jayalakshmi. ഇപ്പോൾ കിട്ടിയ വാർത്ത. പൊതുയോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പള്ളിയങ്കണത്തിൽ വെച്ച് തന്നെ നെഞ്ചുവേദന നേരിട്ട മാണിച്ചേട്ടന്റെ നില ഗുരുതരം. യോഗത്തിൽ നടന്ന വാക്കേറ്റം മൂലമുണ്ടായ പിരിമുറുക്കമാണ് ഇതിന് കാരണമെന്നാണ് ആരോഗ്യക്ഷേമ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. നമുക്ക് ആ ദൃശ്യത്തിലേക്ക് പോകാം. അയ്യോ, എനിക്കൊരു ചെറിയ വേദന. എല്ലാരും ഒന്ന് ഓടി വായോ. എടി മോളി, ഇച്ചിരി വെള്ളം ഒന്ന് എടുത്തേടി. എല്ലാരും ഒന്ന് ഓടി വായോ. എന്നാ അച്ചായ? അയ്യോ, അറ്റാക്ക് ആണെങ്കിൽ വെള്ളം കൊടുക്കരുത്. അറ്റാക്ക് ആണെങ്കിൽ CPR കൊടുക്കണം. മാറിക്കേ, കിടക്ക ചായ. അയ്യോ, എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഒന്ന് മാറിക്കേ, കുറച്ച് കാറ്റ് കയറട്ടെ. 30 എണ്ണി കഴിയുമ്പോൾ വായിൽ ഊതി കൊടുക്കണം. 1 2 3 4. അയ്യോ, ഞെക്കല്ലേ, എനിക്ക് വേദനയില്ല. 27 28 29. അയ്യോ, വേണ്ട വേണ്ട, ഒന്ന് നിർത്താവോ? ഇനി വായിൽ ഊതിക്കോ. മാറടാ. എനിക്കൊരു കുഴപ്പവുമില്ലേ. കണ്ടോ CPR-ന്റെ ഗുണം? ഒന്ന് പോടോ, കണ്ടേ ഒരു CPR. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. മഴ കുട കുട, മഴ വന്ന പപ്പിക്കുട. നമസ്കാരം. അടുത്തതായി നമ്മുടെ ചറവറ TVയിലെ ഒരു ലൈവ് ചർച്ചയാണ്. കേരള ക്രൈസ്തവ കൂട്ടായ്മ KKK-യുടെ 50ാമത്തെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടന്ന പരിപാടികളിൽ യുവാക്കളുടെ പങ്കാളിത്തം ആശങ്കാജനകമായി കുറഞ്ഞു. ഈ വിഷയം ചർച്ച ചെയ്യുവാൻ നമ്മോടൊപ്പം ചേരുന്നു കറിയാൻ മാപ്പിള. സെക്രട്ടേറിയറ്റ് അംഗവും വിവേകശൂന്യത ഒരു കുറവേയായി കാണാത്ത വ്യക്തിത്വത്തിനുടമയാണ് ശ്രീമാൻ കറിയാൻ മാപ്പിള. അടുത്തതായി നമ്മോടൊപ്പമുള്ളത് KKK-യുടെ തുടക്കം മുതൽ അതിന്റെ സന്തത സഹചാരിയും കൊടുക്കുന്നതിനേക്കാൾ എടുക്കുന്നതാണ് നല്ലത് എന്ന് കരുതുന്ന നമ്മുടെ സണ്ണിച്ചനാണ്. മൂന്നാമതായി നമ്മോട് ചേരുന്നു സൗന്ദര്യത്തിന്റെ ആൾ രൂപവും യൂത്ത് ഐക്കോണും എന്ന് സ്വയം വിശ്വസിക്കുന്ന നമ്മുടെ സുശീല ചേച്ചി. നാലാമതായി വ്യവസായ പ്രമുഖനും വെറുതെ ഇരുന്ന് ഉപദേശിക്കാൻ ഒരു മടിയുമില്ലാത്ത ശ്രീമാൻ SK കുട്ടപ്പൻ. ആദ്യമായി കറിയാൻ മാപ്പിളയിലേക്ക് തന്നെ പോകാം. അങ്ങയുടെ അഭിപ്രായത്തിൽ യുവാക്കൾ വരാത്തതിന്റെ കാരണം എന്താണ്? കാരണം ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും: AI. കറിയാൻ മാപ്പിളയുടെ അഭിപ്രായത്തിൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റമാണ് ഇതിനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. AI എന്ന് വെച്ചാൽ മനസ്സിലായി മാപ്പിള സാർ, എല്ലാം വളരെ വ്യക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം നമ്മുടെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? എന്റെ കർത്താവേ, എന്റെ കൊച്ചെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഇതിന്റെ കാരണം എനിക്കറിയത്തില്ല എന്നാണ്. AI അറിയത്തില്ല. ഓ, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേലും ഞങ്ങൾക്ക് വ്യക്തമാണ്.
അടുത്തതായി സണ്ണിച്ചനിലേക്ക് വരികയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആനിവേഴ്സറി പ്രോഗ്രാമുകളിൽ നിറസാന്നിധ്യമായിരുന്നല്ലോ, എവിടെ പോയി നമ്മുടെ കുട്ടികൾ? ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ പറയുന്നതിന് ഇടയിൽ കയറി പറയരുത്, എങ്കിൽ മാത്രം ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഇല്ല സണ്ണിച്ച, ഞാൻ ഇടപെടില്ല, പറഞ്ഞോളൂ. വാർഷിക മീറ്റിംഗിനെ പറ്റി ഒരു വാക്ക് ഒരൊറ്റ വരിയിൽ പറഞ്ഞു നിർത്താം. ഇപ്രാവശ്യത്തെ പരിപാടികളെല്ലാം തന്നെ നമ്മൾ കളറാക്കിയില്ലേ? അതിലെ ഹൈലൈറ്റ് എന്റെ പ്രസംഗമായിരുന്നല്ലോ. അത് പിന്നെ എന്റെ പ്രസംഗം കേൾക്കാനാണ് ആളുകൾ തടിച്ചു പോകുന്നത്. കുട്ടപ്പൻ സാറിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ, എന്താണെന്ന് പറയൂ. സണ്ണിച്ചാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പക്ഷേ കറിയാൻ മാപ്പിള പറഞ്ഞതോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഓ, അപ്പോൾ കറിയാൻ മാപ്പിള പറഞ്ഞതിൽ എന്തിനോടാണ് താങ്കൾ യോജിക്കുന്നത്? എന്ത് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ നമ്മുടെ പാനൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കൂ. സുശീല ചേച്ചി, താങ്കൾ പറയൂ, നമ്മുടെ യൂത്തിന് ഇത് എന്ത് പറ്റി? ലുക്ക്, ഇപ്പോഴത്തെ ഈ ജെൻ ആൽഫ കുട്ടികളുടെ പൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. താങ്കൾ പറഞ്ഞു വെച്ച കാര്യം പൂർണ്ണമായും മനസ്സിലായി. എന്തുകൊണ്ടും റിലവന്റ് ആയ ഒരു കാര്യം തന്നെയാണിത്. കുട്ടികളുടെ പൾസ് റേറ്റ് അറിയാതെ എങ്ങനെയാണ് നമുക്ക് അവരെ ചികിത്സിക്കാൻ പറ്റുക എന്നാണ് സുശീല ചേച്ചി ചോദിക്കുന്നത്. എന്ത്? അത് നമ്മുടെ ആരോഗ്യ സമിതിയുടെ ഒരു വലിയ പിടിപ്പുകേട് തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സുശീല ചേച്ചി, അത് വളരെ വ്യക്തമാണ്. അയ്യോ, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ലുക്കാണ് ഇമ്പോർട്ടന്റ്. ജിമ്മിലൊക്കെ ഒന്ന് പോയി ഒന്ന് സ്ലിം ആയി മുടി ഒന്ന് കളർ അടിച്ച് മോഡേൺ ആയിട്ട് വരണം. എങ്കിലേ നമ്മുടെ യൂത്തിന് വേണ്ട വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. അങ്ങയിലേക്ക് മടങ്ങി വരാം. സണ്ണിച്ചനോടൊരു ചോദ്യം. സുശീല ചേച്ചിയുടെ ഈ അഭിപ്രായത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? പറഞ്ഞോളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഏത് ജിമ്മിലാ സുശീല പോകുന്നത് എന്നാ പറഞ്ഞ? ഇതൊരു ലൈവ് ചർച്ചയാണ്. പാനലിസ്റ്റുകൾ സംയമനം പാലിക്കണം. സണ്ണിച്ചൻ താങ്കളുടെ സ്ഥലത്തേക്ക് തിരികെ വരണം. ഇനി കുട്ടപ്പൻ സാറിലേക്ക് പോകാം. മിസ്റ്റർ എസ് കെ കുട്ടപ്പൻ, താങ്കൾ ഒരു ബിസിനസ്മാനും ഉപദേശകനും ഒക്കെയല്ലേ? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എന്താണ് പറയാനുള്ളത്? ഈ വരുന്ന ശനിയാഴ്ച 13-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, മഹാറാണിയുടെ ഉദ്ഘാടനമാണ്. അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? അതെന്റെ പുതിയ ഗ്രോസറി സ്റ്റോർ ആണ്. വേറെ ഒന്നുമല്ല, ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. കാരണം വീട്ടിലൊക്കെ ആയി എനിക്ക് പറയാൻ ഒക്കുള്ളൂ. ഇത് എന്നതായി നടക്കുന്നേ? ഈ ചർച്ചയെ വന്നിരുന്ന് പലചരക്ക് കടയുടെ ഉദ്ഘാടന നോട്ടീസ് അടിച്ചിറക്കുന്ന ആൾക്കാരുടെ കൂടെ ഒന്നും ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതാ എനിക്കും പറയാനുള്ളത്. മത്തൻ കുത്തിയാൽ അവക്കാഡോ മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? എന്തോ വലിയത് വരാനിരുന്നതാ. ഇതിപ്പം ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചാൽ മതി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ സുശീല ചേച്ചി, പറയൂ. KKK മിഷൻ ഈ ഇടയ്ക്ക് ചെയ്തു വരുന്ന മിഷൻ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അത് തീർത്തും എൻകറേജിംഗ് ആണ്. അത് നമ്മുടെ യൂത്തിനെ അട്രാക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇത്തരം മിഷൻ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ വളരെ വ്യക്തമാണ് സുശീല ചേച്ചി. നമ്മളൊക്കെ മറന്നുപോയൊരു സംഗതിയാണ് ചേച്ചി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. മൃതസഞ്ജീവിനി തേടിപ്പോയ ഹനുമാന്റെ ആ മിഷനെ കുറിച്ചാണ് ഇവിടെ ചേച്ചി പറഞ്ഞു വെക്കുന്നത്. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 മിനിറ്റ് കൂടെ നിങ്ങൾ ക്ഷമിക്കണം സുശീല ചേച്ചി. നമ്മുടെ ചർച്ചാ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിർത്തേണ്ടതുണ്ട്. വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. Can you guys stop and listen to us for a moment? We were listening to all of you talking. You want to know why we are not coming to KKK programs? നിങ്ങൾ ഈ വേഷവും ഭാഷയും മാറ്റി എന്ന് പറഞ്ഞ് ഞങ്ങൾ വരാൻ പോകുന്നില്ല. You know the main reason for our disinterest is your lack of integrity. നിങ്ങളൊന്ന് പറയുന്നു, വേറൊന്ന് ചെയ്യുന്നു. പൊതുവെ ഒന്ന് പറയുന്നു, വീട്ടിൽ വേറൊന്ന് കാണിക്കുന്നു. Your life lacking true witness is what makes us walk away from your programs. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. നമ്മുടെ വാക്കിലെയും പ്രവൃത്തിയിലെയും പൊരുത്തമില്ലായ്മ പരിഹരിക്കേണ്ടതുണ്ട്. സാക്ഷ്യമുള്ള ജീവിതം നയിക്കാനായി നമുക്ക് മാറാം, ഭാവിയെ വീണ്ടെടുക്കാം.